ആൽക്കഹോളിസ്റ്റ് അനോണിമസ് പേജ് 1 അധ്യായം 1 ബില്ലിൻ്റെ കഥ. ന്യൂ ഇംഗ്ലണ്ട് പട്ടണത്തിൽ യുദ്ധപ്പനി പടർന്നു പൊങ്ങി. അവിടേക്ക് പ്ലാറ്റ്സ്ബർഗിൽ നിന്നുള്ള യുവസൈനിക ഓഫീസർമാരെ നിയോഗിച്ചിരുന്നു എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. വീരനായകന്മാരാക്കിക്കൊണ്ട് നഗരമുഖ്യന്മാരും മറ്റും ഞങ്ങളെ അവരുടെ വീടുകളിലേക്ക് ക്ഷണിച്ചുകൊണ്ടുപോയപ്പോൾ ഞങ്ങൾ സ്വയം പ്രകീർത്തിക്കപ്പെട്ടു. അവിടെ സ്നേഹം, അഭിനന്ദനം, യുദ്ധം, ആഹ്ലാദകരമായ ഇടവേളകളോടുകൂടിയ ശ്രേഷ്ഠമായ നിമിഷങ്ങൾ എന്നിവയെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ഒടുവിൽ പച്ചയായ ജീവിതത്തിൻ്റെ ഭാഗമായി. ആ വികാരോജ്ജലതയ്ക്കിടയിൽ ഞാൻ മദ്യം കണ്ടെത്തി. മദ്യത്തെ സംബന്ധിച്ച് എൻ്റെ ജനങ്ങളുടെ മുൻവിധികളെയും ശക്തമായ താക്കീതുകളെയും ഞാൻ മറന്നു. തക്ക സമയത്ത് ആ ഇടത്തേക്ക് തന്നെ ഞങ്ങൾ പുറപ്പെട്ടു. ഞാൻ വളരെ ഏകനായിരുന്നു. അതുകൊണ്ട് വീണ്ടും കുടിയിലേക്ക് തിരിഞ്ഞു. ഞങ്ങൾ ഇംഗ്ലണ്ടിൽ കപ്പലിറങ്ങി. ഞാൻ വിഞ്ചസ്റ്റർ ദേവാലയം സന്ദർശിച്ചു. അതിൽ വളരെ ആകൃഷ്ടനായി. ഞാൻ പുറത്ത് വീണ്ടും ചുറ്റി നടന്നു. ഒരു ശവക്കല്ലറയിൽ കുറിച്ചു വച്ചിരുന്ന ഹാസ്യ കവിതാ ശലകം എൻ്റെ ശ്രദ്ധ പിടിച്ചെടുത്തു. തണുത്ത ബിയർ കുടിച്ചു മരണം കൈവരിച്ച ഹാംഷയർകാരനായ പോരാളി ഇവിടെ ശയിക്കുന്നു. തോക്കിനിരയായി മരിച്ചാലും മദ്യചഷകത്തിനടിമപ്പെട്ടു മരിച്ചാലും ഒരു നല്ല സൈനികൻ ഒരിക്കലും വിസ്മരിക്കപ്പെടുന്നില്ല. അശുഭസൂചകമായ മുന്നറിയിപ്പ്. അതാകട്ടെ എനിക്ക് ചെവിക്കൊള്ളാൻ പറ്റാതെയും പോയി. വിദേശ യുദ്ധങ്ങളിൽ അനുഭവസമ്പത്തുള്ള 22കാരനായ ഞാൻ വീട്ടിലേക്ക് മടങ്ങി. ഞാൻ സ്വയം നായകനാണെന്ന് ഭാവിച്ചു. കാരണം എൻ്റെ കൂട്ടത്തിൽപ്പെട്ടവർ എനിക്കൊരു പ്രത്യേക തരത്തിലുള്ള മതിപ്പ് വകവച്ചു തരുന്നുണ്ടായിരുന്നില്ലേ എന്ന ചിന്ത ഉണ്ടായിരുന്നു. നേതൃത്വത്തിനുള്ള എൻ്റെ കഴിവ് എന്നെ മഹത്തായ സംരംഭങ്ങളുടെ തലപ്പത്തെത്തിക്കുമെന്നും അത് ഞാൻ പൂർണ്ണ ഉറപ്പോടെ നോക്കി നടത്തുമെന്നും കരുതി. ഒരു സായാഹ്ന നിയമ പഠന കോഴ്സിന് ഞാൻ ചേർന്നു. ഒരു പണമിടപാട് സ്ഥാപനത്തിൽ ഇൻവെസ്റ്റിഗേറ്ററായി ഉദ്യോഗവും നേടി. വിജയിക്കുന്നതിന് വേണ്ടിയുള്ള ത്വര എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. ഞാൻ പ്രാധാന്യമർഹിക്കുന്നവനാണെന്ന് സ്വയം ലോകം മുമ്പാകെ തെളിയിച്ചു. എൻ്റെ ജോലി എന്നെ വാൾസ്ട്രീറ്റ് എന്ന നഗരം വരെ എത്തിച്ചു. സാവധാനത്തിൽ ഞാൻ മാർക്കറ്റ് കാര്യങ്ങളിൽ താൽപ്പര്യമുള്ളവനായി. ധാരാളം പേർക്ക് പണം നഷ്ടപ്പെട്ടു. പക്ഷേ ചിലർ വലിയ ധനവാന്മാരായി. എന്തുകൊണ്ട് എനിക്കും അതായിക്കൂടാ? നിയമത്തോടൊപ്പം ബിസിനസ്സും തത്വശാസ്ത്രവും ഞാൻ പഠിച്ചു. കടുത്ത അമിത മദ്യപാന രോഗിയായിരുന്ന ഞാൻ നിയമപഠനത്തിൽ ഏതാണ്ട് പരാജയപ്പെട്ടു. ഫൈനൽ പരീക്ഷകളിലൊന്നിൻ്റെ സമയത്ത് എഴുതാനോ ചിന്തിക്കുവാനോ പറ്റാത്തത്ര കുടിച്ച് അവശനിലയിലായിരുന്നു ഞാൻ. ഈ സമയത്തും എൻ്റെ കുടി തുടർച്ചയായ മട്ടിലുള്ളതായിരുന്നെങ്കിലും അതെൻ്റെ ഭാര്യയെ വിഷമിപ്പിച്ചു. ഞങ്ങൾ തമ്മിൽ ദീർഘമായ വാഗ്വാദങ്ങൾ നടന്നു. അപ്പോഴൊക്കെ അവളുടെ വിലക്കുകളെ ഞാൻ നിശബ്ദമാക്കിയിരുന്നത് ക്രാന്തദർശികളായ മനുഷ്യർ അവരുടെ ശ്രേഷ്ഠമായ സൃഷ്ടികൾക്ക് ജന്മം നൽകിയിരുന്നത് കുടിച്ചിരുന്ന സമയത്തായിരുന്നെന്നും ചിന്താപരമായ മഹൽ രചനകൾ അപ്രകാരം ലഭ്യമായതാണെന്നും പറഞ്ഞുകൊണ്ടാണ്.